ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 8 ഓഫ് 30 ഡേ അനിമേഷൻ ചാലഞ്ചിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു AI കോണ്ടൻറ്റ് സ്ക്രേപ്പർ, അതുപോലെ തന്നെ കോണ്ടൻറ്റ് ഐഡിയ ജനറേറ്റർ. അതായത് നമ്മൾ റെഡിറ്റും യൂട്യൂബും നമ്മൾ കോണ്ടൻറ്റ് സ്ക്രേപ്പ് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ ഐഡിയാസ് സ്ക്രേപ്പ് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ റീപർപ്പസ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി ഒരു മെയിലും വരും. അതുപോലെ തന്നെ നമുക്കൊരു കോണ്ടൻറ്റ് ഐഡിയ, ആ ദിവസം നമ്മൾ എന്ത് കോണ്ടൻറ്റാണ് ജനറേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് ലിസ്റ്റ് ഓഫ് ഐഡിയാസ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു വർക്ക് ഫ്ലോ ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു വർക്ക് ഫ്ലോ എങ്ങനെ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ഫ്ലോ. ഇതിൽ അത്യാവശ്യം കോംപ്ലക്സ് ആയി തോന്നും, പക്ഷേ ഇത് വളരെ സിമ്പിളാണ്. ഞാൻ ഓരോ നോഡും ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോയി തരാം, പക്ഷേ അതിന് മുന്നേ ഇതെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ യൂട്യൂബും റെഡിറ്റും സ്ക്രേപ്പ് ചെയ്തിട്ട് നമ്മളൊരു കോണ്ടൻറ്റ് റിപ്പോർട്ട് അനലൈസ് ചെയ്ത് ആ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് നമ്മളുടെ മെയിലിലോട്ട് ഒരു റിപ്പോർട്ടും വരും. അതുപോലെ തന്നെ കോണ്ടൻറ്റ് ഐഡിയാസ് നമ്മുടെ ഷീറ്റ്സിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും. അപ്പോൾ നമ്മുടെ ആ ഒരു ഷീറ്റ്സ് ആദ്യം തന്നെ ഞാൻ കാണിച്ചു തരാം. അതിൽ നമ്മൾ സ്ക്രേപ്പ് ചെയ്ത യൂട്യൂബ് വീഡിയോസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ റെഡിറ്റ് പോസ്റ്റ് വന്നിട്ടില്ല. റെഡിറ്റ് ഞാൻ അടുത്ത ഇതിൽ കാണിച്ചു തരാം. അതുപോലെ തന്നെ കോണ്ടൻറ്റ് ഐഡിയാസ്, അതായത് നമ്മൾ കോണ്ടൻറ്റ് ഐഡിയാസ് നമ്മൾ ഇന്ന് എന്ത് കോണ്ടൻറ്റാണ് ചെയ്യേണ്ടതെന്നുള്ള ഐഡിയാസ്. ഇവിടെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ, ഹുക്ക് എല്ലാം നമുക്ക് വേറെ വേറെ രീതിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എയർ ടേബിൾ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ്. ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗൂഗിൾ ഷീറ്റ്സിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ. ഓക്കെ, അതുപോലെ തന്നെ ലിങ്ക്ഡിൻ പോസ്റ്റ്, ഇത് നമ്മൾ ഇന്ന് ചെയ്യുന്നില്ല, ഇത് നമ്മൾ നാളെ നോക്കാം. ഈ ഒരു വേരിയസ് ഡാറ്റ വെച്ചിട്ട് നമ്മൾ ലിങ്ക്ഡിൻ പോസ്റ്റ് എങ്ങനെ ജനറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നാളെ നോക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഷീറ്റ്സിലോട്ട് സേവ് ആയതിനു ശേഷം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ മെയിലും വരും. അപ്പോൾ ആ ഒരു മെയിൽ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ യുവർ ഡെയിലി AI ആൻഡ് ഓട്ടോമേഷൻ റിപ്പോർട്ട്. അപ്പോൾ ഈ ഒരു മെയിൽ നമ്മൾ HTML വെച്ച് ഫോമാറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നമുക്ക് യൂട്യൂബിൽ ട്രെൻഡിങ് ആയി കിടക്കുന്ന ഡീറ്റെയിൽസ്, അതിൻ്റെ ഒരു ജസ്റ്റ് സമ്മറി, അതുപോലെ തന്നെ ട്വിറ്ററിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ്, അവയുടെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മളുടെ കോണ്ടൻറ്റ് ഐഡിയാസ്. ഈ ഒരു വീക്കിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കോണ്ടൻറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, പൊട്ടൻഷ്യൽ വീഡിയോ ഐഡിയാസ് ആണിത്. ഇത് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു യൂട്യൂബിൻ്റെ ലിങ്ക്സും അവൈലബിൾ ആണ്, ഇവർ റെഫറൻസ് എടുത്ത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു വർക്ക് ഫ്ലോ. ഇനി ഇത് ഓരോന്ന് എങ്ങനെയാണ് ഡാറ്റ പാസ് ചെയ്യണമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നോട്ട്സ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഒന്ന് റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ ഡാറ്റ കിട്ടില്ല. ഞാൻ എക്സിക്യൂഷൻസിൽ പോയിട്ട് നമ്മുടെ ഫൈനൽ എക്സിക്യൂഷൻസ് ഒന്ന് ഓക്കെ, നമ്മുടെ ഒരു മെയിൻ എക്സിക്യൂഷന് ഞാനിവിടെ കോപ്പി ടു എഡിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മൾ യൂട്യൂബിൻ്റെ ഈ ഒരു നോഡ് ഓപ്പൺ ആക്കിയിട്ട് അവിടെ നമ്മുടെ യൂട്യൂബ് വീഡിയോസ് നമ്മൾ ഇങ്ങോട്ട് വലിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൽ നെറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻറ്റഗ്രേറ്റ് ആയിട്ടുള്ള യൂട്യൂബ് ഈ ഒരു ടൂളാണ്. ഇതിൽ നമ്മൾ ഗെറ്റ് എ വീഡിയോ. ഓക്കെ, അപ്പോൾ ഈ ഗെറ്റ് വീഡിയോസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഗെറ്റ് മെനി ആണ്, അതായത് നമ്മളെ എല്ലാ വീഡിയോസും ഇങ്ങോട്ട് വലിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് മെനി ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പബ്ലിഷ് ഡേറ്റ്, ഇതൊരു സ്ട്രിങ് ആണ്, റാൻഡം സ്ട്രിങ് അല്ല, നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഫോമാറ്റിൽ സെറ്റ് ചെയ്ത സ്ട്രിങ് ആണ്. അതായത് നമ്മുടെ ഈ ഒരു ഡേറ്റിനനുസരിച്ച്, അതായത് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ പാസ് ചെയ്തിട്ടുള്ളത് ക്വയറി, എന്താണ് നമ്മൾ സെർച്ച് ചെയ്യണമെന്നുള്ളത്. അവിടെ നമ്മൾ AI ഓട്ടോമേഷനാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്, നമുക്ക് എന്ത് ടോപ്പിക്ക് വേണമെങ്കിലും റീസെർച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ റീജൻ, ഏത് റീജൻ ആണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് US ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പ് 10 വീഡിയോസ് ഓൺ AI ഓട്ടോമേഷൻ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് റെലവൻസ്, അതുപോലെ തന്നെ മോഡറേറ്റ്, നമ്മൾ സാധാ യൂട്യൂബിൽ ഫിൽറ്റർ ചെയ്യുന്ന പോലെ തന്നെ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു യൂട്യൂബ് API വെച്ചിട്ട്, ഇതൊരു കസ്റ്റം API ആണ്, ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തെന്നുള്ളൂ. ഈ ഒരു API വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അതിൻ്റെ
കോണ്ടന്റ് ഡീറ്റെയിൽസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് അതിൻ്റെ ലൈക്കും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് ജസ്റ്റ് ഈ ഒരു ഷീറ്റ്സിൽ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുക്കാൻ വേണ്ടി അവിടെ വിളിച്ചെന്നുള്ളൂ. ഓക്കെ, അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു കണ്ടീഷണൽ നോഡ് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഷോർട്ട് ഫോം വീഡിയോസ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ഈ ഒരു വീഡിയോസ് വരുന്ന വീഡിയോസ് ഷോർട്ട് ഫോം ആണെങ്കിൽ ഫാൾസിലോട്ട് പോകും. അപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ഈ ഒരു ഇഫ് നോഡിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഷോർട്സ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷോർട്സ് അല്ലാത്ത എല്ലാം ട്രൂയിലോട്ടും ഷോർട്സ് എല്ലാം ഫാൾസിലോട്ടും പോകും. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു ടൂളാണ് ആപ്പിഫൈ. അപ്പോൾ ഈ ആപ്പിഫൈ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു യൂട്യൂബിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് നമ്മൾ എടുക്കുകയാണ്. അതായത് നമ്മുടെ യൂട്യൂബ് വീഡിയോസ് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആപ്പിഫൈയിലെ ഒരു സ്ക്രേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആപ്പിഫൈ എങ്ങനെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ആപ്പിഫൈ എന്നുള്ളത് നമ്മുടെ ഒരു സ്ക്രേപ്പേഴ്സ്, അതുപോലെ തന്നെ പല ഇൻ്റർനെറ്റ് APIസിൻ്റെ ഒരു റാപ്പറാണ്. അപ്പോൾ ഈ ഒരു ആപ്പിഫൈ സ്റ്റോറിൽ നമുക്ക് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ് നമുക്ക് API വെച്ചിട്ട് കോൾ ചെയ്യാൻ. അപ്പോൾ ഇതിൽ നമുക്ക് $5 ഫ്രീ ആണ്. അപ്പോൾ ഈ ഒരു $5 നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സ്ക്രാപ്പ് ചെയ്യാൻ പറ്റും, ഒരുപാട് APIs കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആപ്പിഫൈൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു യൂട്യൂബ് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ടൂളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ 1000 ട്രാൻസ്ക്രിപ്റ്റ്സിന് നമ്മൾ $7 ആണ്. അപ്പോൾ ഇവിടെ നമ്മളാകെ 10 വീഡിയോസേ 10 7 ട്രാൻസ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് വളരെ കുറഞ്ഞ എമൗണ്ടേ ആകുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു HTTP നോഡ് എങ്ങനെ സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിഫൈയിൽ പോയിട്ട് നമ്മുടെ ഈ ഒരു JSON പ്രോംപ്റ്റാണ് നമ്മൾ അങ്ങോട്ട് പാസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു API സെറ്റിങ്സിൽ API എൻഡ് പോയിൻറ്റ്സിൽ നമ്മൾ ഈ ഒരു റൺ ആക്ടർ സിങ്ക്രണസ്ലി ആൻഡ് ഗെറ്റ് ഡാറ്റ സെറ്റ് ഐറ്റം എന്നുള്ള ഒരു API URL ആണ് നമ്മൾ യൂസ് ചെയ്യണത് ആപ്പിഫൈൻ്റെ ഈ ഒരു ആക്ടറിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് ഒരു API കീ ആണ്. API കീ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിഫൈയിൽ പോയിട്ട് നമ്മുടെ സെറ്റിങ്സിൽ നമ്മുടെ API കീ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇവിടെ API ഇൻ്റഗ്രേഷൻ, ഇവിടെ നമ്മുടെ API കീ ഫ്രീ ആയിട്ടുള്ള API കീ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ $5 വരെയുള്ള API യൂസേജ് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പോകുമ്പോൾ. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു LLM ചെയിനാണ്. അതായത് നമ്മുടെ ഒരു AI മോഡൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഡാറ്റ മോഡിഫൈ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു യൂട്യൂബിൻ്റെ എല്ലാത്തിൻ്റെയും ട്രാൻസ്ക്രിപ്ഷൻ നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ട് അവരുടെ ഒരു ക്വിക്ക് സമ്മറി, അതേപോലെ തന്നെ ഒരു ഡീപ്പ് ടൈപ്പ് സമ്മറി, ഈ രണ്ടെണ്ണമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് എന്ത് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം യൂസ് കേസ് അനുസരിച്ച്. അപ്പോൾ ഇവിടെ ഒരു ബേസിക് സിസ്റ്റം പ്രോംപ്റ്റ് ഉണ്ട്. നമ്മുടെ ഒരു ഔട്ട്പുട്ട് ഫോർമാറ്റ് എന്തായിരിക്കണം, അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സിസ്റ്റം ഫോളോ ചെയ്യേണ്ട കുറച്ച് ഗാർഡ് റെയിൽസ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു നോഡ് സെൻഡ് ചെയ്യുന്നത് നമ്മുടെ എയർ ടേബിളിലേക്കാണ്. അങ്ങനെയാണ് നമ്മുടെ ഡാറ്റ ഇങ്ങോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഫീഡ് ആവണേ. അപ്പോൾ ഈ ഒരു എയർ ടേബിൾ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എയർ ടേബിളിൽ പോയിട്ട് നമ്മളൊരു API കീ ഉണ്ടാക്കിയിട്ട് നമ്മൾ കണക്ട് ചെയ്താൽ നമ്മുടെ ഡാറ്റ അങ്ങോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു അഗ്രിഗേറ്റ് നോഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടവർക്കറിയാം, ഈ ഒരു അഗ്രിഗേറ്റ് നോഡ് നമ്മുടെ ഇത്രയും ഡാറ്റാസ്, അതായത് നമുക്ക് ഇവിടുന്ന് വീഡിയോസിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ വേറെ ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഈ ടേബിളിൽ വേറെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. ഓക്കെ, ഔട്ട്പുട്ട്സ്. അപ്പോൾ ഈ ഔട്ട്പുട്ട്സ് നമ്മൾ ഒറ്റ ഔട്ട്പുട്ടായിട്ട് വേണം നമ്മുടെ അടുത്ത പ്രോസസ്സിങ്ങിന് വേണ്ടി സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനാണ് നമ്മൾ ഒരു അഗ്രിഗേഷൻ നോഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റെഡിറ്റ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾക്ക് റെഡിറ്റിൻ്റെ ടൂൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ റെഡിറ്റിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ ഗെറ്റ് എ സബ് റെഡിറ്റ് എന്ന് പറഞ്ഞ ഒരു ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ കാണും നമ്മുടെ സബ് റെഡിറ്റ് ഏതാണോ അതിൻ്റെ പേരാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു AI ഓട്ടോമേഷനെ പറ്റി സംസാരിക്കുന്ന ഒരു സബ് റെഡിറ്റ് ആണ്. അപ്പോൾ അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏത് നീഷാണോ സ്ക്രേപ്പ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ആ സബ് റെഡിറ്റ് മാറ്റി കൊടുത്താൽ മതി. അതേപോലെ തന്നെ ലിമിറ്റ്, പിന്നെ ഒരു ഫിൽറ്ററായിട്ട് കൊടുത്തുള്ള റൈസിങ് പോസ്റ്റ്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്
ട്രെൻഡിങ് ആയിട്ട് മേലോട്ട് വന്ന സബ് റെഡിറ്റ്സ് ആയിരിക്കും. അപ്പോൾ റെഡിറ്റ്സ് ആയിരിക്കും ഇവർ സ്ക്രേപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു റെഡിറ്റ് നേരത്തെ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ അനലൈസ് ചെയ്ത പോലെ തന്നെ ഒരു LLM ചെയിൻ വെച്ചിട്ട് അനലൈസ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ എന്താ സിസ്റ്റം പ്രോംപ്റ്റ് ആയിട്ട് കൊടുത്തതെന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ റെഡിറ്റ് പോസ്റ്റ് ടൈറ്റിൽ ആൻഡ് URL ആൻഡ് വൺ സമ്മറി. അപ്പോൾ ബേസിക് ആയിട്ട് നേരത്തെ പോലത്തെ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ടൈറ്റിൽ, ലിങ്ക്, അതുപോലെ തന്നെ സമ്മറി, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഔട്ട്പുട്ട് ചെയ്തു. എന്നിട്ട് നമ്മുടെ ടേബിളിലോട്ട് സേവ് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഞാൻ നേരത്തെ റൺ ചെയ്തപ്പോൾ ഇത് ഓപ്പൺ ആയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടി റൺ ചെയ്തിട്ട് ഇവിടെ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിളിലോട്ട് നമ്മുടെ റെഡിറ്റ് പോസ്റ്റും വന്നിട്ടുണ്ട്. ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള റെഡിറ്റ് പോസ്റ്റുകളും അവൈലബിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അഗ്രിഗേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡേറ്റ പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു എഡിറ്റ് ഫീൽഡ് അവൈലബിൾ ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് റെഡിറ്റ് ഡാറ്റ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഇത്രയും വലിയൊരു ഔട്ട്പുട്ട് നമ്മൾ നെയിം ചെയ്തതാണ് ജസ്റ്റ് റെഡിറ്റ് ഡാറ്റ എന്ന്. അതിനുശേഷം നമ്മൾ ഈ രണ്ട് സെക്ഷനും മെർജ് ചെയ്തിട്ട് അത് നമ്മളിവിടെ അപ്പൻഡ് ചെയ്യും, അതായത് ഒറ്റ ഐറ്റമായിട്ട് മാറ്റും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇത് എങ്ങോട്ടാണ് പാസ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു റിപ്പോർട്ട് ജനറേറ്ററും അതേപോലെ തന്നെ കോണ്ടന്റ് ബ്രെയിൻ സ്റ്റോം. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു മെയിൽ ആണ് ഈ ഒരു റിപ്പോർട്ട് ജനറേറ്റർ. അപ്പം ഇത് നമുക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡെയിലി ഒരു റിപ്പോർട്ട് നമ്മുടെ HTML-ലോട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു HTML ഫോമാറ്റിംഗ് സ്ട്രക്ചറാണ് ഇവിടെ സിസ്റ്റം പ്രോംപ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് ഈ ഒരു യൂട്യൂബ് ഡാറ്റ, റെഡിറ്റ് ഡാറ്റ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റൈൽ ചെയ്തിട്ട് HTML ഫോമാറ്റിലോട്ട് ഔട്ട്പുട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു നോഡ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യണം. കാരണം നമുക്ക് മെയിൽ അയക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് HTML, ഒന്ന് ടെക്സ്റ്റ്. അപ്പോൾ HTML ആയിട്ട് സെൻഡ് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ സ്റ്റൈലൈസ്ഡ് ആയിട്ട് അയക്കാൻ പറ്റും. അതായത് ഈ ഒരു റെഡ് കളറിങ്, ഈ ഒരു ഫോണ്ട് കാര്യങ്ങളെല്ലാം നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു LLM യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒന്ന് ഈ ഒരു വർക്ക് ഫ്ലോ ഞാൻ താഴെ ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് GPT വെച്ച് ജനറേറ്റ് ചെയ്ത ഒരു സിസ്റ്റം പ്രോംപ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ബേസിക് HTML കാര്യങ്ങളും അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവും. എന്നിട്ട് അതിനനുസരിച്ച് മാറ്റിയാൽ മതി കാര്യങ്ങൾ, കളറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു LLM-ൻ്റെ പർപ്പസ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു LLM ആണ് താഴെ കോണ്ടന്റ് ബ്രെയിൻ സ്റ്റോം. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഇത്രയും ഒരു ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ, അതായത് ആ ഒരു വീക്കിലേക്ക് കോണ്ടന്റ് എത്രത്തോളം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഐഡിയാസ് യൂസ്ഫുൾ ആവുന്നുള്ള ഒരു നോഡാണിത്. അതായത് നമ്മുടെ കോണ്ടന്റ് ഐഡിയാസ് ഇവിടെ അവൈലബിൾ ആണ്, ഞാൻ ആദ്യം കാണിച്ചു തന്ന പോലെ തന്നെ. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ കാണും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ലിങ്ക്ഡിന് വേണമെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോക്ക് വേണമെങ്കിലും എന്തിനു വേണമെങ്കിലും റീപർപ്പസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ എന്തുകൊണ്ട് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഹുക്ക്, സ്റ്റോറി ലൈൻ, നമ്മൾ എങ്ങനെ ഏത് രീതിയിലാണ് ഷൂട്ട് ചെയ്യേണ്ടത്, നമ്മൾ എന്തൊക്കെ പോയിന്റ്സ് കവർ ചെയ്യണം, എല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു LLM വെച്ചിട്ടാണ്. ഇതും അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റം പ്രോംപ്റ്റ് നിങ്ങൾക്ക് ആ ടെംപ്ലേറ്റിൽ ഡൗൺലോഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പ്ലിറ്റ് നോഡ് ഇവിടെ ഉണ്ട്. അതായത് നമ്മളെ ഈ ഒരു ഇത്രയും വലിയ ഐഡിയ ഇവിടെ 5 to 7 ഐഡിയാസ് ജനറേറ്റ് ചെയ്യാനാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ആ ഒരു വീക്കിനുള്ള ഒരു കോണ്ടന്റ് സ്ട്രാറ്റജി എന്നുള്ള ഒരു നോഡാണിത്. അപ്പോൾ ആ മൊത്തം ഐറ്റംസ് ഇവർ സ്പ്ലിറ്റായിട്ട് വേണം നമ്മുടെ ഷീറ്റിലോട്ട് സേവ് ചെയ്യാൻ, അതായത് വേറെ വേറെ റോയിലോട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ്, ഒറ്റ ഒരു റോയിൽ നിൽക്കുന്നതിന് പകരം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വർക്ക് ഫ്ലോ. അപ്പോൾ ഈ ഒരു കോണ്ടന്റ് ജനറേറ്റർ വർക്ക് ഫ്ലോ നമുക്ക് ഒരുപാട് യൂസ് കേസസ് ഉണ്ട്. അതായത് നമുക്ക് ഡെയിലി ഇനിയിപ്പോൾ നമുക്ക് കോണ്ടന്റ് ഐഡിയാസ് വേണ്ട, പക്ഷേ നമുക്ക് ഡെയിലി ഒരു റിപ്പോർട്ട് ഇങ്ങനെ ഇതുപോലെ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്കൊരു സ്പെസിഫിക് ടോപ്പിക്കിന് വേണ്ടി കിട്ടണം എന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. സ്പെസിഫിക്കലി ഇപ്പോൾ എക്സാമ്പിൾ ഈ ഒരു സ്പെസിഫിക് എക്സാമ്പിൾ ആണെങ്കിൽ നമ്മളൊരു AI ഓട്ടോമേഷൻ എന്നുള്ള ടോപ്പിക്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒരുപാട് കോണ്ടന്റ് ഐഡിയാസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഇവിടെ പോപ്പുലേറ്റ് ആയി വരും. അപ്പോൾ നമ്മൾ അതിൽ ഏതെങ്കിലും റാൻഡമായിട്ട് ഇഷ്ടപ്പെട്ടത് എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഈ ഒരു യൂട്യൂബിൻ്റെ API കീ എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ച പോലെ തന്നെ നമ്മുടെ ഗൂഗിൾ ക്ലൗഡിൽ പോയിട്ട് നമ്മൾ യൂട്യൂബ് API എന്ന് സെർച്ച് ചെയ്താൽ മതി. അവിടെ നമ്മൾ ഈ ഒരു യൂട്യൂബ് ഡാറ്റ API v3 അതുപോലെ തന്നെ യൂട്യൂബ് അനലിറ്റിക്സ് API ഈ രണ്ടും നമ്മൾ ഇനേബിൾ ആയിട്ടുള്ള ഒരു API കീ സെറ്റ് ചെയ്താൽ നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റെഡിറ്റ് API എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് റെഡിറ്റ് API എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു റെഡിറ്റ് API ആക്സസ് എന്നുള്ള ഒരു reddit.com സബ് റെഡിറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ ഒരു റെഡിറ്റിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും യു ക്യാൻ ക്രിയേറ്റ് ക്രെഡൻഷ്യൽസ് ഹിയർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോയാൽ നമുക്കൊരു റെഡിറ്റിൻ്റെ ഡെവലപ്പർ ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സൈറ്റാണ്. ഇതൊരു യൂസർ ഫ്രണ്ട്ലി അല്ല, മീൻസ് യൂസർ ഇൻ്റർഫേസും ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയാം കുറച്ച് പഴയതാണ്. അപ്പോൾ ഇത് നമുക്ക് പക്ക ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ക്രിയേറ്റ് ആപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അത് ജസ്റ്റ് ഈസിയാണ്. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പോയാൽ തന്നെ മനസ്സിലാവും. നമ്മൾ ജസ്റ്റ് ആപ്പ് നെയിം, ഡിസ്ക്രിപ്ഷന്, URL ഇത് റാൻഡം എന്തെങ്കിലും കൊടുത്താൽ മതി. എന്നിട്ട് ക്രിയേറ്റ് ആപ്പ്, എന്നിട്ട് അവിടെ നമുക്ക് നമ്മുടെ API കീ അവൈലബിൾ ആയിരിക്കും. ആ ഒരു API കീ നമ്മൾ ഇവിടെ നമ്മുടെ N8N പുതിയൊരു ക്രെഡൻഷ്യൽ ഉണ്ടാക്കിയിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ റെഡിറ്റ് API കണക്ട് ചെയ്യണത്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം കാണിച്ചതാണ്. പിന്നെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ സ്ട്രക്ചേർഡ് ഡാറ്റ കൊടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സ്ട്രക്ചേർഡ് ഡാറ്റ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് എന്താണോ ഔട്ട്പുട്ടായിട്ട് കിട്ടേണ്ടത് അത് നമ്മൾ കറക്റ്റായിട്ടൊരു എക്സാമ്പിളായിട്ട് നമ്മൾ സ്ട്രിങ് ആണോ അതുപോലെ തന്നെ നമ്പറാണോ എന്നൊക്കെ ഉള്ളത് നമുക്കിവിടെ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും JSON എക്സാമ്പിൾ. അല്ലെങ്കിൽ നമുക്കൊരു കറക്റ്റ് JSON സ്കീമായിട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ ഈ JSON ഫോമാറ്റിംഗ് എങ്ങനെയാണ്, JSON ലാംഗ്വേജ് എങ്ങനെയാണ് യൂസ് ചെയ്യണതെന്നൊക്കെ ഉള്ളത് നമുക്ക് കുറച്ചും കൂടി ഡെപ്തിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു വീഡിയോ എന്തായാലും ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വർക്ക് ഫ്ലോ ഞാൻ എന്തായാലും താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടേബിൾ ടെംപ്ലേറ്റ് ഞാൻ ലിങ്ക് നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് ഫ്ലോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ഇതേപോലെ യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു വർക്ക് ഫ്ലോ. അപ്പോൾ ഗൈസ് ഇന്ന് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചൊന്ന് റഷായി പോയി, കാരണം എനിക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്തിരി ലേറ്റായി പോയി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. പക്ഷേ ഈ ഒരു വർക്ക് ഫ്ലോ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ലൈക്ക്, ഷെയർ ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു കോണ്ടന്റ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. അപ്പോൾ നാളെ ബൈ.